നമുക്ക് ഈ പറഞ്ഞ പോലെ അങ്ങനെ ഞാൻ അറിയാതെ വഴിതെറ്റി അതിലോട്ട് വന്നാണെങ്കിൽ പോലും ജീവിതത്തിലൊരു വലിയ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണല്ലോ. എല്ലായ്പ്പോഴും ഇങ്ങനത്തെ സിനിമ ചെയ്യാൻ അവസരം കിട്ടിയതല്ല. പക്ഷേ പറഞ്ഞ പോലെ നമുക്കൊരു പ്രോപ്പറായ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടും പിന്നെ എന്തോ കാര്യങ്ങളുണ്ടായിരിക്കാം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ആ സിനിമയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു സത്യമാണ്. പക്ഷേ എങ്കിൽ പോലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു വലിയ അനുഭവമാണ് മാമാങ്കം എന്ന് പറയുന്നത്. മമ്മൂട്ടി സാറിനൊപ്പം കുറച്ചധികം സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന കാലത്താണെങ്കിലും സമയത്ത് ആ ഓർമ്മ എങ്ങനെയാണ് മമ്മൂട്ടി സാറിന്? നമുക്ക് എനിക്ക് ആദ്യം ഇൻസ്പെക്ടർ ബൽറാം എന്ന് പറയുന്ന സിനിമയിൽ അതിലാണ് എനിക്ക് വടക്കൻ വീരകഥ ഓഫ് കോഴ്സ് ഉണ്ട്, ഷോളിയമ്പുകളുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ മമ്മൂക്കിനെ കുറേ കൂടെ ദൂരെ നിന്നാണ് കണ്ടിട്ടുള്ളത്. വടക്കൻ വീരകഥ സമയത്തൊന്നും നമുക്ക് മമ്മൂക്കിയുടെ സംസാരിക്കാനോ കാര്യങ്ങൾക്കൊന്നും ഒരു അവസരവും ഇല്ല, തീരെയില്ല. പിന്നെ എൻ്റെ ഓർമ്മയിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഈ ഇൻസ്പെക്ടർ ബൽറാം എന്ന് പറയുന്ന സിനിമയുടെ സമയത്താണ്. ആ സമയത്ത് ശശിയേട്ടൻ്റെ കൂടെ ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ഷാജുൻ കാര്യം ഉണ്ടായിരുന്നു, വേണു, എം.എ. വേണു, ഞങ്ങൾ 3 പേരാണ്. ഇപ്പോൾ കുറേ കൂടെ ആർട്ടിസ്റ്റ് എടുത്ത് പോകാനായിട്ട് സംസാരിക്കാനും അവരെ കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്, ഡ്രസ് കണ്ടിന്യൂറ്റി ഒക്കെ നോക്കുന്നത് ഞാനായിരുന്നു. അങ്ങനെ കുറേ കൂടെ അടുപ്പമുണ്ടായിരുന്നു. അന്ന് തൊട്ട് നമുക്കായിട്ടുള്ളൊരു ബന്ധം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഒരുപാട് സിനിമകൾ നമുക്കായിട്ട് വർക്ക് ചെയ്തു. ഈ പറഞ്ഞ പോലെ നമ്മുടെ കുടുംബത്തിലെ ഒരാളെ പോലെ നമ്മുടെ ഒരു ജ്യേഷ്ഠനെ പോലെ, മൂത്ത ജ്യേഷ്ഠനെ പോലെ നമ്മൾ അങ്ങനെ കാണാൻ പറ്റുന്ന ഒരാളായിരുന്നു നമുക്ക്.